നാടിന്റെ മുക്കിലും മൂലയിലുമെല്ലാം ലഹരി വ്യാപകമാവുകയാണ്. മുമ്പ് കഞ്ചാവായിരുന്നുവെങ്കിൽ ഇന്ന് യുവാക്കളുടെ മനസ്സുകളെ ഹരം പിടിപ്പിക്കുന്നത് MDMA ആണ്. അത് മെത്താംഫെറ്റമിനും ആംഫെറ്റമിനും കെറ്റമിനുമായി പല ഗണങ്ങളിലായുണ്ട്. LSDയും NSAയും ബ്രൗൺ ഷുഗറും എല്ലാം അതിന്റെ പല ഭാഗങ്ങളിലും മാത്രം. നേരത്തെ ഉണ്ടായതുപോലെയല്ല. ഇതിന് അടിമപ്പെടുന്നവർ പിന്നീട് അതിൽ നിന്ന് മോചിതരാകുന്നില്ല എന്നതാണ് സമൂഹത്തിനെ ബാധിച്ച ഏറ്റവും വലിയ ദൂഷ്യ വിപത്ത്. അപൂർവമായിട്ട് ആളുകൾ മാത്രമാണ് MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികൾക്ക് അടിമയായതിനു ശേഷം പിന്നീട് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മോനെ എന്ത് കജ്ജലൂടെ ഇവിടെ ഉമ്മ ഒറ്റക്ക് അറിയൂന്ന് എന്റെ കജ്ജലും പിടിച്ചൊന്നും കാണാൻ ഇല്ലാണ്ടായിപ്പോയല്ലോ എന്റെ മോനെ. അതിനുള്ള ഭാഗ്യം പഠിച്ചാൽ കൊടുത്തില്ലല്ലോ. എന്റെ മോന് മുഹമ്മദ് സുഹൈൽ പേരുണ്ടെന്ന് പറഞ്ഞിട്ട് പേര് പിടിക്കുകയും യോഗയില്ലാണ്ടായിപ്പോയല്ലോ. എന്തെല്ലാം പൂതിയാണ് മനസ്സിലായി. ഒരു ദീനിയായിട്ട് വളർത്തണം. എല്ലാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ വിധി എന്റെ മോനും എനക്കും സ്നേഹം ഇല്ലാണ്ടായി. അച്ഛൻ അത്തിരി അമ്മക്ക് തന്നിക്കണം. എന്റെ മോനും പറഞ്ഞാല് മന നല്ലോണം നോക്കണേ. നമുക്ക് വേറെ ആരും ഇല്ലാത്ത മോയെ അമ്മന്റെ കാലാട്ടി പാടിയിട്ട് വേഗം ഒക്കെ ഉറങ്ങണേ. അത് വേഗം ഉറങ്ങേനെ. നമുക്ക് ഒരുപാട് പണിയുണ്ട്. വലൈക്കും അസ്സലാം. ഇനി എത്ര കാലമായി അങ്ങോട്ടെല്ലാം വന്നിട്ട്. എന്റെ മോളെ സങ്കടം ഒരു നാളും തീരൂലാതെ. അതിനൊക്കെ ഇത്തിരി സമയം കിട്ടണ്ട ഉപ്പ. ഇവിടെ സുബഹി നിസ്കാരം തുടങ്ങിയാ പിന്നെ ഇശാ നിസ്കരിക്കുന്നേരെ ബാക്കി നടു നിർത്തുന്ന നേരെയില്ല. പോരാത്തേനാണ് ഇവന്റെ കച്ചലും പിടിച്ചലും. ഒന്ന് കണ്ടങ്ങാൻ തെറ്റിക്കുന്ന നേരെ ഇപ്പം ബാക്കിലൊക്കെ പോനല്ല ഉണ്ടാവുക. ആ പോക്കറാജിന്റെ അവിടെ ഒന്ന് അടിച്ചു വരുത്തടിച്ചു കൊടുക്കുക. എത്ര ദിവസം ഉപ്പ എന്നെ വിളിക്കുന്നത് എന്നൊക്കെ പോവാനാന്നുണ്ടാ. ഒന്നിനും നേരില്ല. എപ്പെങ്കിലും പഠിച്ചു പോകണം കഴിവായിരിക്കും. എടാ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? എടാ എനിക്കിന്ന് സെമിനാറാ, ഒരുപാട് പഠിക്കാനുണ്ട്. ഹായ് വിഷ്ണു. ഹായ് ഹായ് ബ്രോ. പുതിയ ചെക്കൻ അവൻ പഠിപ്പിച്ചാ. എന്ത് പഠിപ്പിച്ചടാ? മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർക്ക് ഇത് ഉപയോഗിച്ചാ പഠിക്കുന്നത്. ഇതൊക്കെ ഉപയോഗിച്ചാലേ പഠിപ്പിനൊക്കെ ഒരു ബോധം വരൂ. എടാ നമ്മുടെ ചങ്ക് വന്നേ, മൊണാലിസ. ഹായ് ബ്രോ. ഹായ്. കുന്താണ് വായിക്കടേ. ഹലോ ഹലോ
അല്ല സുഹേലേ. ഹലോ, ഞങ്ങൾക്ക് ചെവിയും കേൾക്കുന്നില്ല. അല്ല മോനെ, ഇനി എത്ര ദിവസമായി എന്നെ വിളിച്ചിട്ട് കൂറ്റൊന്ന് കേക്കണ്ടിട്ട് ഞാൻ ദിവസം 3-4 മണി വിളിക്കുന്ന ഇങ്ങല്ലേ ഇത് എത്തിരാ 25,000 ഉറുപ്പ്യ. നീ എന്നാ സുഹൈലേ പറയുന്നേ? എന്താ മോനെ, കഴിഞ്ഞ ആഴ്ചയല്ലേ എനിക്ക് തന്നെ 25,000 ഉറുപ്പ്യ ആടിനെ വിറ്റിട്ട് ഞാൻ അയച്ചു തന്നെ. എനിക്ക് നിങ്ങൾ ആടിനെ വിറ്റുമല്ല പൈനെ വിറ്റുമല്ല, ഇനി എനിക്ക് പൈസ അയച്ചു തരണം. ഇതെന്തിനാ ഇപ്പോ? എന്ത് റബ്ബേ, ആവൂല മോനെ, നമുക്ക് ഈ പൈസ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് തിരിക്കില്ല, എനിക്ക് പൈസ അയച്ചിക്കാം. ഞാനിതെടുത്ത് എനിക്ക് അയച്ചു തരട്ടെ. എപ്പം ചോദിച്ചാൽ ഉപ്പയില്ല ബാക്കിയുള്ള പൈസ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം അയച്ചുകൂടാത്തെ. എല്ലാവരും അതുപോലെ തന്നെ അയക്കുന്നത്, നിങ്ങൾക്ക് മാത്രമല്ല പ്രത്യേകത. എപ്പം പറഞ്ഞു പല ദായത്തിലും പറഞ്ഞു നടക്കും. നാളെ കെട്ടിട്ടോ നാട്ടുകാർ അരുതരുത് ക്രൂരത സ്ത്രീയോടരുതരുത്, അവൾ നിന്റെ മകളാണ്, അമ്മയും സോദരിയും. നരജീവിതത്തിൻ മഹത്വം നിലയ്ക്കാതെ മൃഗസാമ്യ ചിത്രം. നമുക്ക് ചുറ്റും ലഹരി പ്രലോഭനങ്ങളുടെ വേട്ട നായ്ക്കൾ അലയുന്നുണ്ട്. നമുക്ക് ജാഗ്രത പാലിക്കാം. നിന്നെ ചുമന്നൊരു ഗർഭപാത്രത്തിന്റെ ശാപമോ